ബിഗ് ബോസ് മലയാളം സീസൺ 7 എൻ്റെ മോനെ പ്രേക്ഷകർ ആഗ്രഹിച്ച പോലൊരു പ്രൊമോ അടുത്തങ്ങോട്ട് വിട്ടേക്കുവാണ്. നമ്മൾ എന്താണ് ആഗ്രഹിച്ചത്? കഴിഞ്ഞ ആഴ്ചയും അതിൻ്റെ അങ്ങേ ആഴ്ചയും ലാലേട്ടൻ വരുന്ന എപ്പിസോഡിലെല്ലാം ഞാൻ ഉൾപ്പെടെ നിങ്ങൾ ഉൾപ്പെടെ ആഗ്രഹിച്ച ഒരു സാധനമുണ്ട്. എന്താണ്? ആദിലെ പൊരിക്കുന്നതൊന്ന് കാണണമെന്ന്. ശരി, ഈ എപ്പിസോഡിൽ അത്രയും അങ്ങനെ പൊരിച്ചില്ലെങ്കിലും ലാലേട്ടൻ ചോദിക്കാനുള്ള കാര്യം, പ്രേക്ഷകർക്ക് പറയാനുള്ള കാര്യം, പ്രേക്ഷകർ ഒന്നടങ്കം പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ബിഗ് ബോസ് കാണുന്ന ഓരോ ആൾക്കാരും ആഗ്രഹിച്ചിരുന്നൊരു കാര്യം ഇന്ന് ലാലേട്ടൻ ചോദിച്ചു ആദിലയുടെ ഈ കഴിഞ്ഞിട്ടുള്ള ആഴ്ചയിലെ പെർഫോമൻസ് പ്രേക്ഷകരെ വല്ലാതെ ഇങ്ങോട്ട് വെറുപ്പിക്കുന്നുണ്ട്. എന്താണ് നിങ്ങൾ കാണിക്കുന്നതെന്നാണ് ലാലേട്ടൻ ചോദിക്കുന്നത്. അപ്പോൾ ആദില പറഞ്ഞ മറുപടി എന്താണ്? എന്നെ ഇറിറ്റേഷൻ ചെയ്യുന്നതുകൊണ്ട് ആണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന്. അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, അപ്പം നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ഇറിറ്റേഷൻ? എനിക്കത് സന്തോഷമായി കേട്ടോ, ഞാൻ ഹാപ്പിയായി. കാരണം ഞാൻ ആഗ്രഹിച്ചൊരു സാധനമാണ് ഈ ആദില. കഴിഞ്ഞ ഒരാഴ്ച മാത്രമല്ല, നമുക്കറിയാവുന്ന കാര്യമാണ്. ആദില എന്ന് ബിഗ് ബോസിൽ കാല് കുത്തിയോ അന്ന് തൊട്ട് തുടങ്ങിയ വെറുപ്പീരാണ്. എനിക്ക് തോന്നുന്നു ഒരാഴ്ച കണ്ടേ ഉള്ളായിരുന്നു പുള്ളിക്കാരി വെറുപ്പീരില്ലാഞ്ഞത്. ആദിലയും നൂറയും, ഈ ആദിലയുടെ കൂടെ ചേർന്നിട്ട് നൂറയും വെറുപ്പീര് തുടങ്ങിയായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് ഇതുവരെ ഫുള്ള് വെറുപ്പീരായിരുന്നു അല്ലേ? അനീഷിൻ്റെ കൂടെ നടന്നിട്ട് അനീഷ് പറയുന്നുണ്ട് വ്യക്തി വൈരാഗ്യം തീർക്കുന്ന പോലെ ചെയ്യുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ടെന്ന്. ശരിയാണ്. കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളുടെ അഭിപ്രായമാണ് ഇപ്പോൾ അനീഷ് പറഞ്ഞത്. അനീഷിൻ്റെ അടുത്ത് എന്തൊക്കെയാണ് ഈ ആദില ചെയ്ത് കൂട്ടിയിട്ടുള്ളത് അല്ലേ? പുറത്ത് വേസ്റ്റ് വെള്ളം എടുത്തൊഴിക്കുന്നു. ഇത് ഇത്രയും ദേഷ്യപ്പെടേണ്ട കാര്യം എന്താണ്? ആദില വെസൽ ടീമിൽ ഒരു ക്യാപ്റ്റൻ തൻ്റെ ജോലി പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭംഗിയായിട്ട് ചെയ്യാനുള്ളത്. എനിക്കൊരു നിരാശ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ഇന്നത്തെ എപ്പിസോഡ് ചിലപ്പോൾ ലാലേട്ടൻ അത് ചോദിക്കത്തില്ലായിരിക്കും. ആദിലേക്കൊരു വെസൽ ടീമിനകത്ത് ക്യാപ്റ്റൻ ഒരു കാര്യം കൊടുത്തു, ഒരു ജോലി കൊടുത്തു. അത് ആൾട്ടർനേറ്റീവായിട്ടാണ് കൊടുത്തത്. ആ ഒരു ജോലി കൊടുത്തിട്ട് പോലും ആദിൽ അവിടെ ചെയ്യാതെ മടി പിടിച്ച് അവിടെ ചെന്ന് കടന്നിട്ട് അവിടെ കിടക്കുന്ന പുതപ്പും പില്ലോയും ബിഗ് ബോസിന്റെ പ്രോപ്പർട്ടി എല്ലാം എടുത്ത് വലിച്ചെറിയുന്നു, എടുത്ത് എറിഞ്ഞുടയ്ക്കുന്നു. അപ്പം ഇതും കൂടെ ഒന്ന് ചോദിക്കണമായിരുന്നു കേട്ടോ. അപ്പം എന്തായാലും ബിഗ് ബോസ് ടീം ജനങ്ങളെ അഭിപ്രായം ഇപ്പം ബിഗ് ബോസും ലാലേട്ടനെല്ലാം മാനിച്ചുകൊണ്ട് വരുവാന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അനുമോള കേസ് ആയിക്കോട്ടെ, അനുമോള എല്ലാ എപ്പിസോഡും വന്നിട്ട് ഫയർ ചെയ്യുന്ന ലാലേട്ടൻ ഈ എപ്പിസോഡിലും ഫയർ ചെയ്യുമോ എന്ന് ജനങ്ങൾക്കൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ എപ്പിസോഡിനകത്ത് ഞെട്ടിച്ച് കളഞ്ഞു കേട്ടോ. അനുമോളെടുത്ത് ഭയങ്കര സ്നേഹമായിട്ടും കൊഞ്ചിച്ചൊക്കെ നിൽക്കുന്ന ഒരു ലാലേട്ടനെയാണ് പ്രൊമോയിൽ നമ്മൾ കണ്ടത്. അതുപോലെ ഈ ഒരു വിഷയം, ആദിലയുടെ വിഷയം, അത് ചോദിക്കേണ്ട കാര്യം. ഇങ്ങനെയെങ്കിലും ലാലേട്ടൻ ചോദിച്ചല്ലോ, ബിഗ് ബോസ് ടീം ഇങ്ങനെയെങ്കിലും ചോദിപ്പിച്ചല്ലോ. കാരണം അത് നല്ല കാര്യം തന്നെയാണ്. കാരണം ആ രീതിയിലാണ് ഈ ഒരു സത്യം പറഞ്ഞാണ്ടല്ലോ, ഇത് ഇവർക്ക് തന്നെ ദോഷമാണ്, ഈ ആദിലേക്ക് തന്നെ ദോഷമാണ്. ഇനി അടുത്ത ആഴ്ച എവിക്റ്റായിട്ട് വരും. ഇൻ കേസ് എവിക്റ്റായിട്ട് വരുവാന്നുണ്ടെങ്കിൽ എന്തുമാത്രം നെഗറ്റീവായിരിക്കും ഇവർക്ക് വെളിയിൽ ഉണ്ടാവുന്നത് അല്ലേ? ഭയങ്കര നെഗറ്റീവായിരിക്കും. അപ്പോൾ ഈ ബിഗ് ബോസ് ടീം ഇത് ഇടപെടുത്തിയതും ഇപ്പം ഈ ലാലേട്ടനെ കൊണ്ട് ചോദിപ്പിച്ച് നല്ല കാര്യം തന്നെ. അങ്ങനെയെങ്കിൽ അവരൊന്ന് അത് മനസ്സിലാക്കി അവരെ നെഗറ്റീവ് പോയിന്റ് എവിടെയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് നല്ല രീതിയിൽ അവർ ഗെയിം കളിക്കട്ടെ. കാരണം ഇതൊരു ബിഗ് ബോസ് ഷോ ആണ്. കാരണം ഇവിടുന്ന് പുറത്തുനിന്ന് നല്ല രീതിയിൽ കയറി പോകുന്ന ആൾക്കാർ ഭയങ്കര നെഗറ്റീവായിട്ട് ഇറങ്ങി വരുന്നുണ്ട്. അപ്പം അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം ഈ ആദില എന്ന് പറഞ്ഞ ഇവര് അവിടുന്ന് ഔട്ടായി വരുവാന്നുണ്ടെങ്കിൽ, ഇതൊന്നും അറിയാതെ ഔട്ടായി വരുവാന്നുണ്ടെങ്കിൽ ഭയങ്കര നെഗറ്റീവ് ആയിരിക്കും കേട്ടോ പുറത്ത്. എനിക്ക് തോന്നുന്നു മസ്താനയെക്കാളും ഹേറ്റ് മേടിച്ചു കൂട്ടുന്ന ഒരു മുതൽ തന്നെ ആയിരിക്കും ഈ ആദില. അപ്പം ഇനിയെങ്കിലും അവര് ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് നല്ല രീതിയിൽ കളിക്കട്ടെ. പക്ഷെ ഈ ഒരു കാര്യം ലാലേട്ടൻ ചോദിച്ചത് ആവശ്യമുള്ളൊരു കാര്യമാണ്. കാരണം അത്രമാത്രം ദ്രോഹമാണ് ഈ ആദില അനീഷിനോട് ചെയ്തത്. ഒരു കോമണർ പുള്ളി ഒരു കോമണറാണ് എന്നുള്ളൊരു ഇത് വെച്ചിട്ടാണ് ഇത്രയും ചെയ്ത് കൂട്ടിയത്. എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് അല്ലേ? അതിൻ്റെ ഇടയ്ക്ക് ഒരു ഫിസിക്കൽ അസാൾട്ട് വരെ ചെയ്തിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അതും കൂടെ ഇതിനകത്ത് എടുത്തിടണമായിരുന്നു. കാരണം അത് എപ്പിസോഡിനകത്ത് അത് കാണിച്ചിട്ടില്ല. അപ്പോൾ എപ്പിസോഡിനകത്ത് കാണിക്കാത്തൊരു കാര്യം ലാലേട്ടൻ വരുന്ന വീക്കെൻഡ് എപ്പിസോഡിൽ ചോദിക്കത്തില്ല. അത് അങ്ങനെയാണ്. എപ്പിസോഡിനകത്ത് അത് കാണിച്ചു കഴിഞ്ഞാൽ, ജനങ്ങളെ മുമ്പിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് ചോദിക്കുമെന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷെ അതും കൂടെ വേണമായിരുന്നു. പക്ഷേ അത് പിന്നെ ഈ ഒരു ഫിസിക്കൽ അസാൾട്ട് ചെയ്തതിൻ്റെ പേരിൽ എന്തായാലും അനീഷ് എന്തായാലും ഈ റിയാസ് കാണിച്ച പോലെ ഒരു ചെറ്റത്തരമൊന്നും കാണിക്കാൻ നിൽക്കത്തില്ല. കാരണം അനീഷ് അതിന് ക്ഷമിച്ചു കൊടുക്കത്തേ ഉള്ളൂ. കാരണം അതിലെ പുറത്താക്കണം എന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചൊന്നും നിൽക്കത്തില്ല. റിയാസ് കാണിച്ച പോലെ അന്ന് റോബിനെ പുറത്താക്കിയല്ലോ. സത്യം പറഞ്ഞാൽ അതൊരു ഗെയിമിൻ്റെ ഒരു ഇതായിട്ട് എടുക്കണമായിരുന്നു. ഇപ്പം സിജോയുടെയും റോക്കിയുടെയും വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേറെയാണ്. അത് മോന്ത ഇടിച്ച്
മൂക്കൊക്കെ ഇടിച്ച് പറിച്ച് വെച്ചുകൊണ്ടാണ്, അത്രയും സീരിയസ് ആയതുകൊണ്ടാണ് റോക്കിയെ പുറത്താക്കിയത്. പക്ഷേ ഇവിടെ റോബിൻ്റെ ഒന്നും അത്ര വലിയ കേസല്ല. റോബിനെ കൂടെ നടന്ന് പ്രൊവോക്ക് ചെയ്ത് അങ്ങേയറ്റം എക്സ്ട്രീം ലെവല് പ്രൊവോക്ക് ചെയ്തുകൊണ്ട് മാത്രമാണ് റോബിൻ അങ്ങനെ പിടിച്ച് തള്ളിയത്. അതും ഫിസിക്കൽ അസാൾട്ട് എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം റോബിനെ അറ്റാക്ക് ചെയ്യാൻ പോയ സമയത്ത് റോബിൻ തിരിച്ച് പ്രതിരോധിച്ചു. പക്ഷേ റിയാസ് അത് വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. പക്ഷെ ഇവിടെ ആ ഒരു വിഷയം ഇവിടെ കൊണ്ടുവന്നായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ജനങ്ങളെ അഭിപ്രായം നോക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും ആദിലെ പുറത്തായനെ. പക്ഷേ എനിക്ക് തോന്നുന്നു ആദിലെ കുറച്ചുകൂടെയൊക്കെ അവിടെ നിർത്താൻ വേണ്ടിയിട്ടായിരിക്കാം ബിഗ് ബോസ് ടീം ആ ഒരു വിഷയം ഇതിനകത്ത് കാണിക്കാതിരുന്നതും അതിൽ നിന്ന് എടുത്ത് മാറ്റിയതും. പക്ഷേ ലൈവിനകത്ത് അത് വന്നിട്ടുണ്ട്. അങ്ങനെ അനീഷിനോട് ഒരു സത്യം പറഞ്ഞുണ്ടല്ലോ, നമുക്ക് ബിഗ് ബോസ് പ്രേക്ഷകർക്ക് ഒട്ടും തന്നെ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഈ ആദിൽ അനീഷിനോട് ചെയ്തിട്ടുള്ളത്. ഒരു ഓപ്പൺ നോമിനേഷനിൽ അനീഷ് ഒന്ന് ഒരു ഓപ്പണായിട്ട് പുള്ളിക്കാരന് പറയാനുള്ള കാര്യങ്ങൾ ഓപ്പണായിട്ട് പറഞ്ഞ് നോമിനേറ്റ് ചെയ്തതിൻ്റെ പേരിലാണ് ഇത്രയും പക കൊണ്ട് നടക്കുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം. ഇന്നത്തെ എപ്പിസോഡ് കൊണ്ട് ആദിലെയും നൂറയും അടിച്ചു പിരിയാനുള്ള എല്ലാ വെടിമരുന്നും ഇട്ട് കൊടുത്തിട്ടാണ് ഇന്ന് എനിക്ക് തോന്നുന്നു ഇന്നത്തെയും ലാലേട്ടൻ്റെ എപ്പിസോഡിനകത്ത് ബിഗ് ബോസും ഇനിയിപ്പം, കാരണം 50 ദിവസം കഴിഞ്ഞാൽ കളി ആണല്ലോ ടൈറ്റ് ആവുകയാണെന്നല്ലോ ലാലേട്ടൻ പറഞ്ഞത്. അപ്പം എല്ലാവർക്കും ഇട്ട് പൊട്ടിക്കാനൊക്കെ ഉള്ള ഒരു മരുന്ന് ഇട്ട് കൊടുത്തിട്ടാണ് പോകുന്നത്. ഇന്നിപ്പം നൂറയ്ക്കും ആദിലേക്കും പൊട്ടിക്കാനുള്ള, രണ്ടുപേരെയും പൊട്ടിക്കാനുള്ള മരുന്നും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ലാലേട്ടൻ നൂറായോട് ചോദിക്കുന്നുണ്ട്, നൂറ ഇതാണോ ആദിലയുടെ സ്വഭാവം? അപ്പം നൂറ പറയുന്നുണ്ട് ഇത് തന്നെയാണ് ആദിലയുടെ സ്വഭാവം. അപ്പം എങ്ങനെ സഹിക്കുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം നൂറ ഒരു കാര്യം പറയുന്നുണ്ട്, പെട്ടുപോയില്ലേ ലാലേട്ട, ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പം ആദിലയുടെ ഫേസ് ഒന്ന് കാണണമായിരുന്നു കേട്ടോ. അപ്പം അതിലൂടെ മനസ്സിലാക്കാം ഇവരെ ഇടയിലോട്ടൊരു ഗുണ്ട അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത വീക്കിൽ അത് അവിടെ കിടന്ന് അങ്ങോട്ട് പൊട്ടും. നോക്കിക്കോ, ആദിലയും നൂറയും തമ്മിലൊരു ഫൈറ്റ് നമുക്ക് കാണാം. വേണം, അതാണ് നമുക്ക് വേണ്ടത്. കാരണം ഈ ആദിലയുടെ സത്യം പറഞ്ഞാൽ ഈ നൂറ എങ്ങനെ സഹിക്കുന്നുടെ ഈ ആദിലെ അല്ലേ, എങ്ങനെ സഹിക്കുന്നു? ഇങ്ങനെ ആണെങ്കിൽ എങ്ങനെ സഹിക്കും അല്ലേ? ചെറിയ കാര്യങ്ങൾക്ക് പോലും ഇത്രയും വൈരാഗ്യം മനസ്സിൽ വെച്ച് നടന്നിട്ട് അവരെ ഉപദ്രവിക്കുക, ദ്രോഹിക്കുക അല്ലേ? അത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. അതിനകത്ത് നമുക്ക് ഈ അനീഷിനോടുള്ള ഒരു ദേഷ്യം നമ്മൾ കണ്ടതാണ്. പില്ലോയൊക്കെ വലിച്ചെറിയുന്നു, എന്തൊക്കെയാണ് കാണിക്കുന്നത് അല്ലേ? അനീഷിനെ പറ്റിയിട്ട് മോശ വാക്കുകൾ സംസാരിക്കുന്നു. എന്തായാലും ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ ഒരു കാര്യം എനിക്ക് തൃപ്തിയായി. കാരണം ലാലേട്ടൻ അത്ര വലിയ ഫയർ അനുമോളടുത്ത് ചെയ്തതുപോലെ അത്ര വലിയ ഫയറൊന്നും ചെയ്തില്ലെങ്കിൽ തന്നെയും മാന്യമായിട്ട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രവൃത്തി ഇപ്പം വളരെ മോശമാണെന്ന് ജനങ്ങൾ പറയുന്നുണ്ട്. ഇതിപ്പം നമ്മൾ ഈ ടി വിയിലൂടെയാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നേരിട്ട് അവിടെ ഉള്ള മറ്റുള്ള കണ്ടസ്റ്റൻസിൻ്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. അവരെങ്ങനെ ഇവരെ സഹിക്കുന്നു? ഈ അനീഷയ്ക്ക് എങ്ങനെയാണ് ഇവരെ സഹിക്കുന്നത്? നമുക്ക് ടി വിയിലൂടെയും മൊബൈലിലൂടെയും കണ്ടിട്ട് പോലും ഇവരെ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പം ഈ നേരിട്ട് ആ വീട്ടിൽ നിൽക്കുന്ന മറ്റുള്ള കണ്ടസ്റ്റൻസ് ഇവരെ എങ്ങനെയാണ് സഹിക്കുന്നതെന്നാണ് ഞാനിങ്ങനെ ആലോചിച്ചത് ഈ ഒരു പ്രൊമോ കണ്ടപ്പോഴത്തേക്ക്. ഈ ഒരു പ്രൊമോയും അതുപോലെ ഇവരെ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലുള്ള ഇവരെ ആ ഒരു രീതിയും ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക്. അപ്പം എന്തായാലും ഇതിനെ പറ്റിയിട്ട് നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം ഞാൻ സത്യം പറഞ്ഞാൽ കുറ്റം പറയുമല്ല. കാരണം ഇതൊരു ഗെയിം ഷോ ആണ്. ആ ഗെയിം ഷോയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വിട്ടു. കാരണം ഇവരെ ഞാൻ ആദ്യം സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയാണ്. ഈ ആദിലെയും നൂറയും അതുപോലെ ഈ ആദിലയുടെയും നൂറയുടെയും വേദലക്ഷ്മിയുടെയും ഒരു പ്രശ്നം വന്നല്ലോ. ആ പ്രശ്നം വന്ന സമയത്തൊക്കെ ഞാൻ സപ്പോർട്ട് ചെയ്ത് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് ആദിലെയും നൂറയും സപ്പോർട്ട് ചെയ്ത് വീര് ചെയ്ത ആളാണ്. പിന്നെ പോകും തോറും കോമണർ എന്നൊരു വ്യക്തിയോടുള്ളൊരു ആ വ്യക്തിയോട് കാണിക്കുന്ന ഒരു ദ്രോഹവും പുച്ഛവും. ഇവിടെ കോമണറും മനുഷ്യരാടെ. നിങ്ങളൊക്കെ വലിയ സെലിബ്രിറ്റി സ്റ്റാറ്റസും ഉള്ള ആൾക്കാരും അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഇൻഫ്ലുവൻസും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് വല്ല കൊമ്പുണ്ടോ? നിങ്ങളും അവർ ആ ബിഗ് ബോസ് വീട്ടിൽ കാല് കുത്തിയോ എല്ലാവരും സെയിം തന്നെയാണ്. എല്ലാവരും തുല്യരാണ്. അതുകൊണ്ട് അപ്പാനി വന്നിട്ട് എന്ത് ചെയ്ത്? അപ്പാനി വലിയ നടനാണ്, ഞാൻ 10-250 സിനിമ അഭിനയിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പാനിക്ക് എന്ത് സംഭവിച്ചു? ആദ്യം അവിടെ നിന്ന് ഇറക്കി വിട്ടില്ല അപ്പാനി. സത്യം പറഞ്ഞാൽ അപ്പാനി പോകേണ്ട ഒരാളല്ലായിരുന്നു. പക്ഷേ അപ്പാനിയുടെ കയ്യിലിരിപ്പുകൊണ്ടാണ് അപ്പാനി മുമ്പേ പോയത്. അല്ലെങ്കിൽ ഇപ്പോഴും അവിടെ കാണേണ്ട ഒരു ടോപ്പ് 5 നിൽക്കേണ്ട ഒരാളായിരുന്നു അപ്പാനി. അപ്പം ഈ അഹങ്കാരം എന്ന് പറഞ്ഞൊരു സാധനം നമ്മളെ കയ്യിലുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ഒരു നിലനിൽപ്പുണ്ടാവത്തില്ല. അതാദ്യം മനസ്സിലാക്കുക. അപ്പം എന്തായാലും എനിക്കിന്ന് സന്തോഷമായി. ആദിലെ ഈ കാര്യം ചോദിച്ചല്ലോ. പക്ഷെ ഇതൊന്നുമല്ല ചോദിക്കാനെ കൊണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ
അതിലെ കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും ഇത്രയെങ്കിലും ലാലേട്ടൻ്റെ ബിഗ് ബോസ് ടീമും ചോദിച്ചല്ലോ, അത് മതി. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുമ്പോൾ വീഡിയോ ലൈക്ക് കൂടെ ചെയ്യാം. അപ്പം